നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് കല്യാണ തലേന്നാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അച്ഛനും അമ്മയും ഏട്ടന്മാരൊക്കെ അപ്പുറത്താണ് കേട്ടോ. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയിട്ടില്ല. മെയിനായിട്ട് ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലത്തെ കല്യാണമാണ്, സാവിത്രിയമ്മയുടെ വീട്ടിലത്തെ കല്യാണമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ, സരിത്ത് എന്നാണ് പേര്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. അംഗൻവാടി തൊട്ട് 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ പഠിച്ചത്. നമ്മുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമുക്കത് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ എനിക്ക് ഇവൻ. പിന്നെ ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലെ കല്യാണം പോലെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടുമ്പുറത്തുകാരുടെ പ്രത്യേകത അത് തന്നെയായിരിക്കും. എന്ത് പരിപാടിയാണെങ്കിലും ഓടിയെത്താനും എല്ലാം ചെയ്യാനും എല്ലാവരും ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്കിപ്പോ ഇങ്ങനെ കല്യാണം പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് എല്ലാവരും കാണാൻ പറ്റുന്നത് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴാണ്. മെയിൻ ആയിട്ട് നമ്മുടെ കൂടെ കളിച്ച് വളർന്നവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഒരുപാട് വർഷം കാണാത്തവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇങ്ങനെ ഒരു സമയത്തല്ലേ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചിരുന്നു. പിന്നെ അടുത്തത് ആ ചെക്കനും മധുരം കൊടുക്കലും ഫോട്ടോ എടുക്കലും അങ്ങനത്തെയൊക്കെ പരിപാടിയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും. ഞങ്ങൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവൻ തലേ ദിവസമേ എന്നോട് പറയൂ കേട്ടോ, അജി നാളെ എനിക്ക് പനിയായിരിക്കും എന്ന് പറയും കേട്ടോ. അവന് പനിയാണെങ്കിൽ എനിക്ക് വയറുവേദനയായിരിക്കും. അവനുണ്ടെങ്കിൽ മാത്രമേ ഞാനും സ്കൂളിൽ പോകുള്ളൂ, ഞാനുണ്ടെങ്കിൽ മാത്രമേ അവനും പോകുള്ളൂ കേട്ടോ. ഇപ്പോഴും നമ്മുടെ അമ്മമാർ അത് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കും. ആ കാലമൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ അവന്റെ കല്യാണമായി, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 10 വയസ്സുള്ള കുട്ടിയായി. പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ അടുത്തുള്ളവരും ആണ് കേട്ടോ. എനിക്ക് ഓരോരുത്തരുടെയും പേരെടുത്ത് വീഡിയോയിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ എന്നോട് പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവരും നമ്മുടെ വീഡിയോ കാണുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കല്യാണ ദിവസത്തിനേക്കാളും കല്യാണത്തിന്റെ തലേന്നാണ് കേട്ടോ ഇഷ്ടം. കാരണം അതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലും കൂടി ആകുമ്പോൾ അത് പ്രത്യേക ഒരു രസമാണ്. പിന്നെ കല്യാണത്തിന് ഏട്ടനും കുഞ്ഞൂസും ഉണ്ട് കേട്ടോ. കുഞ്ഞൂസ് എവിടേക്കോ കളിക്കുകയാണ്. പിന്നെ ഏട്ടൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ കാണാത്തത്. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കും, അജി ഏട്ടൻ വന്നില്ലേ എന്ന് ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസും പാട്ടും പരിപാടിയൊക്കെ ആണ് കേട്ടോ. ആദ്യമൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കുക. ആദ്യമൊക്കെ മാത്രമല്ല, എനിക്ക് ഇപ്പോഴും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ കല്യാണ വീട്ടിൽ തലേദിവസം ഡാൻസ് കളിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര കാലുവേദനയാണ്. അപ്പം ഞാൻ ഇതേ കൂട്ടത്തിൽ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാളെ കല്യാണത്തിന് പോക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞൂസ് കളിക്കുന്ന കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം കുഞ്ഞൂസ് ഭയങ്കര സൈലന്റ് ആണ്, ആരോടും മിണ്ടില്ല, അങ്ങനെയൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ആൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി നാളത്തേക്കുള്ള ഒരുക്കങ്ങളാണ്. അതിനകത്ത് സാരിക്ക് പീറ്റെടുക്കലാണ് കേട്ടോ ആദ്യത്തെ പരിപാടി. നാളെ ഞങ്ങൾ എല്ലാവരും സാരിയാണ് ഉടുക്കുന്നത്. നിങ്ങൾ എനിക്ക് സാരി രസമുണ്ട് എന്ന് പറഞ്ഞ പിന്നെ എനിക്ക് സാരി ഉടുക്കാനൊക്കെ ഇപ്പോൾ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സാരി ഉടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് ടെൻഷനാണ് കേട്ടോ. ചുരിദാറാകുമ്പോൾ നമുക്ക് അങ്ങ് ഇട്ടിട്ട് പോയാൽ മതി. സാരി എങ്ങനെ ഉടുത്താൽ ശരിയാവുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ്. രാവിലെ നേരത്തെ പോവും വേണം. അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ ഏത് സാരിയാണ് ഉടുക്കുന്നതെന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ നിന്നതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികളുടെ കിടപ്പ് കണ്ടപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. 3 എണ്ണം കൂടി ബെഡൊക്കെ താഴെ ഇട്ടിട്ട് കിടക്കുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ വെക്കേഷൻ സമയത്ത് അമ്മമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കുട്ടികളെല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ കിടക്കുക. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.